Yes, good morning. So എവിടെ സ്റ്റോപ്പ് ചെയ്ത് പറഞ്ഞൊന്ന് ഗോസ് തിയറത്തിന്റെ plain sheet electric field intensity at plain Second sheet. application. Second application. Okay. So രണ്ട് ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു. മുഹമ്മദ് സർമാദ് CH. മുഹമ്മദ് സർമാദ്. മുഹമ്മദ് സർമാദ് CH. തന്മയ്. തന്മയ്. So what is the field intensity at a point due to infinitely long linear charged conductor? Equal to 1/2 pi epsilon 0. 1/2 pi epsilon 0. Lambda. Lambda by R. Small letter r. Okay. Amal Krishna. Amal Krishna. Amal Krishna. Vegan respond to you. What is the field intensity due to a plane sheet of charge at a point? The field intensity at a point due to plane sheet of charge. Type ചെയ്തോളൂ വേഗം. സിഗ്മ ബൈ 2 എപ്സിലോൺ. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ നോക്കാനുള്ളത് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ്. സോ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റിഗാർഡിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ചാർജ്ഡ് ഷെൽ. ഡ്യൂ ടു എ ചാർജ്ഡ് ഷെൽ എന്നാണ് പറയുന്നത്. ഷെല്ലിന് വേറെ പേര് it is also called a hollow sphere എന്ന് പറയും. ഷെൽ ഓർ hollow sphere ആണ്. hollow sphere. hollow sphere പ്രത്യേകത ഉള്ളില് പൊള്ളയായ സ്ഫിയർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കുന്നുണ്ടെങ്കിൽ ഐസ്ക്രീമിന്റെ കപ്പ് അല്ലെ, ഐസ്ക്രീമിന്റെ ബോൾ അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഐസ്ക്രീം നമ്മൾ കംപ്ലീറ്റ് മാറ്റി കഴിഞ്ഞാൽ ദാറ്റ്സ് എ hollow sphere ആണ്. അപ്പൊ ചാർജുള്ള hollow sphere കേസിൽ എന്താണ് ഫീൽഡ് ഇന്റൻസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന്റെ ഡെറിവേഷനിലേക്കാണ് പോകുന്നത്. അഗൈൻ ഇറ്റ് ഈസ് അനദർ ആപ്ലിക്കേഷൻ ഓഫ് ഏത് തിയറമാണ്? Gauss theorem. Gauss theorem. Okay. അപ്പൊ നോക്കാം, ഡെറിവേഷൻ പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ഫിയർ വരയ്ക്കാം. നമുക്ക് ആദ്യം ഉള്ളത് നമ്മുടെ കേസാണ്. സോ നമ്മുടെ കേസ് എന്ന് പറയുന്നത് സ്ഫിയർ ആണ്. സോ ദിസ് ഇസ് അവർ സ്ഫിയർ. ഓക്കെ, നമ്മൾ സ്ഫിയർ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഈ സ്ഫിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ R റേഡിയസ് സ്ഫിയർ ആണ്. ഇതിലെ ടോട്ടൽ ചാർജ് പ്രസന്റ് ചെയ്യുന്നത്, അപ്പൊ ഇതിൽ ചാർജ് ഉണ്ടാവും, യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം the total charge present in the sphere, given sphere Q ആണ്. ടോട്ടൽ ചാർജ് പ്രസന്റ് ചെയ്യുന്നത് Q ആണ്. ഇതിന്റെ ടോട്ടൽ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. അപ്പൊ ക്യാപിറ്റൽ R റേഡിയസ് ഉള്ള സ്ഫിയറിന്റെ ടോട്ടൽ ചാർജ് Q ആണ്. അപ്പൊ ഇതിനെ റിഗാർഡ് ചെയ്ത് നമുക്ക് പറയുകയാണെങ്കിൽ we have three conditions, 3 points ഉണ്ടാവും. so you can take three points there. ചില പോയിന്റ്സ് മൂന്ന് രീതിയിൽ എടുക്കാം. ഒന്ന് ഈ സ്ഫിയറിന്റെ ഔട്ട്സൈഡ് എടുക്കാം. ഫസ്റ്റ് കേസ് ഔട്ട്സൈഡ് എടുക്കാം. മറ്റൊന്നിന്റെ സർഫസിൽ എടുക്കാം അല്ലെ, സർഫസ് ഓഫ് സ്ഫിയറിൽ എടുക്കാം. പിന്നെ എവിടെ എടുക്കാം? സെന്ററിൽ എടുക്കാം. സോ സെന്ററിൽ പോയിന്റ് ഉണ്ട്, സർഫസിൽ പോയിന്റ് ഉണ്ട്, പിന്നെ എവിടെ കൂടി ഉണ്ട്? ഔട്ട്സൈഡ് കൂടി. ഔട്ട്സൈഡ്, സർഫസ്, സെന്റർ. റെഡി? നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത് ഔട്ട്സൈഡിന്റെ കേസാണ്. ഒന്നാമത്തെ കേസ് നമ്മൾ എന്താണ്? ഔട്ട്സൈഡ് ആണ്. ഔട്ട്സൈഡിന്റെ ഷെൽ ആണ്. ഔട്ട്സൈഡിന്റെ ഷെൽ. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യം ചെയ്ത് നമ്മൾ ഒരു പോയിന്റ് ഔട്ട്സൈഡ് കൺസിഡർ ചെയ്യും. ഈ പോയിന്റ് കൺസിഡർ ചെയ്ത് നമ്മൾ ഒരു DS ആസ് യൂഷ്വൽ നമ്മൾ ചെയ്ത പോലെ തന്നെ DS കൺസിഡർ ചെയ്യാം. ഈ DS-ന്റെ വെക്ടർ ക്വാണ്ടിറ്റി വരിക, നമുക്കറിയാം വെക്ടർ ക്വാണ്ടിറ്റി നേരെ പുറത്തേക്കാണ്. DS വെക്ടർ നേരെ പുറത്തേക്ക് ഉണ്ടാവുക. വാട്ട് അബൌട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഹിയർ? ഈ ഇവിടുത്തെ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഫീൽഡ് ഇന്റൻസിറ്റി കൊണ്ട് ഉണ്ടാവുക DS-ന് ഓപ്പോസിറ്റ് ആണോ DS-ന് സെയിം ഡയറക്ഷൻ ആണോ?
എന്ന് പറഞ്ഞേ സെയിം ഡയറക്ഷൻ. അപ്പൊ ഇയും എങ്ങോട്ട് തന്നെയാണ്, ഡി എസ് എങ്ങോട്ടേക്കാണോ അങ്ങോട്ട് തന്നെയാണ് ഇ ഉണ്ടാവുന്നത്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്ത മെത്തേഡ് തന്നെയാണ് സ്ഫിയർ കൺസിഡർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി പറയാം എന്ത് ചെയ്യേണ്ടത്, ഈ ഡി എസിന് കണക്കായ ഫ്ലക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ഡി എസിന് കണക്കായ ഫ്ലക്സ് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ കണ്ടുപിടിക്കാം. ഓക്കെ, ട്രൈ ചെയ്യാം. സോ ട്രൈ ചെയ്തോ. നിങ്ങൾ ചെയ്തത് ഡി എസിന് കണക്കായ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഡി ഫൈ ആണ്. അറിയാലോ, ഡി ഫൈ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഡി ഫൈ ടു വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് ആണ്. വെക്ടർ ഇ ഡോട്ട് വെക്ടർ ഡി എസ് ആണ് ഡി ഫൈയുടെ വാല്യൂ. ഈ ഡി ഫൈന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആ ഡി ഫൈന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫ്ലക്സ് കണ്ടുപിടിക്കണം, ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ഇമാജിൻ ചെയ്യണം? ഇവിടെ ഇതിന് നമുക്ക് എന്താ ഇമാജിൻ ചെയ്യേണ്ടത്? Gaussian sphere. ഒരു ഗോസിയൻ സർഫസ് ഇമാജിൻ ചെയ്യണം. ആ സർഫസ് ഇതിന് സിമെട്രിക്കൽ ആയിരിക്കണം. ഈ സ്ഫെറിക്കൽ ഷേപ്പിന്, ഷെല്ലിന് സിമെട്രിക്കൽ ഷേപ്പ് ഏത് മാത്രമാണ്? സ്ഫെറിക്കൽ ഷേപ്പ് മാത്രമാണ്, അല്ലെ? സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ ആണ്. അപ്പൊ ഇത് ഉൾപ്പെടുന്ന ഭാഗത്ത് ഒരു സ്ഫിയർ വരയ്ക്കുക. അതിന്റെ റേഡിയസ് സ്മോൾ ആർ എടുക്കുക. ഇത് കിട്ടിയ ഡി ഫൈവ് ഇന്റഗ്രേറ്റ് ചെയ്യുക, ടോട്ടൽ ഫൈവ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? Now you can apply this law, our law. ഏതാണോ? Deduce the relation for capital E. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയുന്ന പോലെ റെഫർ ചെയ്തോ, കുഴപ്പമില്ല, കൺസിഡർ ചെയ്താൽ മതി. ട്രൈ ചെയ്യാം, എന്നിട്ട് ഞാൻ പറഞ്ഞു. സോ ചെയ്ത് നോക്കണേ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഡി ഫൈന്റെ വാല്യൂ, ഡി ഫൈ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്തിരിക്കുക ഇ ഡി എസ് കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇയും ഡി എസ് തമ്മിൽ ആംഗിൾ എവിടെയും അല്ലെ 0 ആണ്. അപ്പൊ കോസ് 0, സോറി കോസ് 0, കോസ് 0 1 ആണ്. സോ ഡി ഫൈന്റെ വാല്യൂ EDS. ഇത് നമുക്ക് ഫ്ലക്സ് വേണം. ഫ്ലക്സ് നമുക്കറിയാം ഇത്തരത്തിലുള്ള ഡി ഫൈനെ മൊത്തത്തിൽ ആഡ് ചെയ്യാം. മൊത്തത്തിൽ ആഡ് ചെയ്യുന്ന മെത്തേഡ് ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡി എസ് ഉൾപ്പെടുന്ന രീതിയിൽ വി ഷുഡ് ഇമാജിൻ എ ക്ലോസ്ഡ് സർഫസ് ആൻഡ് ഷുഡ് ബി സിമെട്രിക്കൽ ടു ദി ഗിവൺ പ്ലേസ്. അപ്പൊ ഇതിൽ സിമെട്രിക്കൽ എന്ന് പറയുമ്പോൾ ഏത് ഷേപ്പ് മാത്രമാണ്? സ്ഫെറിക്കൽ ഷേപ്പ് മാത്രമാണ്. അപ്പൊ ചെയ്യേണ്ടത് ഇത് ഉൾപ്പെടുന്ന ഭാഗത്തിന്റെ നിങ്ങളൊരു സ്ഫിയർ ഇമാജിൻ ചെയ്യുക. So this is our imaginary sphere, which is called Gaussian sphere. ഇതാണ് നമ്മുടെ Gaussian sphere. ഈ Gaussian sphere the radius is small letter r ആണ്. Where capital R radius of the given shell ആണ്, small letter r നമ്മൾ എടുക്കുന്ന റേഡിയസ് ആണ് ആ സ്ഫിയറിന്റെ. അപ്പൊ നമ്മൾ ക്ലോസ്ഡ് സർഫസ് ഇമാജിൻ ചെയ്തു. അപ്പൊ ഇത്തരത്തിലുള്ള ഈ d ഫൈ മൊത്തത്തിൽ ആഡ് ചെയ്താൽ ഈ ക്ലോസ്ഡ് സർഫസിലെ ടോട്ടൽ ഫ്ലക്സ് കിട്ടും.
അപ്പൊ ടോട്ടൽ ഫ്ലക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ട്. ഡിഫൈൻഡ് ബൈ TDS ആണ്. നമുക്കറിയാം TDS ഈ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പൊ ഞാൻ phi is equal to ഈ പുറത്തേക്ക് എടുക്കുക ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ ഓഫ് ds. ds എന്ന് പറഞ്ഞാൽ ഈ വലിയ സ്ഫിയറിന്റെ ഇമാജിനറി ഗോസിയൻ സർഫസിന്റെ ചെറിയ ഭാഗമാണ്. അത്തരത്തിലുള്ള എല്ലാ ഭാഗവും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഫിയറിന്റെ എന്ത് കിട്ടും? ഏരിയ കിട്ടും. വാട്ട് ഇസ് ദ ടോട്ടൽ സർഫസ് ഏരിയ? ഇതിന്റെ മീനിങ് ഇത്തരത്തിലുള്ള സർഫസ് ഏരിയയുടെ ടോട്ടാലിറ്റി ആണ്, ടോട്ടൽ വാല്യൂ ആണ്. അപ്പൊ ഈ ds ന്റെ ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രലിന്റെ വാല്യൂ എത്രയാണ്? 2πr എന്ന് പറയുമ്പോൾ അത് സിലിണ്ടറിന്റെ കേസാണ്. ഇറ്റ് ഈസ് 4πr. അപ്പൊ ഇത് മാറ്റിയാലും ഫ്ലക്സ് ഈക്വൽ ടു E into 4πr. ഓക്കെ, ബാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ. അപ്പൊ ഇനി വേണ്ടത് എന്താ? ഈ ഫ്ലക്സിന്റെ വാല്യൂ വെച്ച് ഗോസ് തിയറം അപ്ലൈ ചെയ്യാം. ഗോസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഇമാജിനറി സ്ഫിയറിന്റെ ഉള്ളിലെ ചാർജ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇതിന്റെ ഉള്ളിലെ ചാർജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് ചാർജ് ആണ്. അപ്പൊ ഇക്വേഷൻ വരിക by applying Gauss theorem, total flux എന്ന് പറഞ്ഞാൽ 1/epsilon 0 into q തന്നെ വരിക. ബിക്കോസ് ഇതിന്റെ ഉള്ളിലെ ചാർജ് നെറ്റ് എത്രയാണ്? q. റെഡി? ഇനി ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എഴുതുക E ഗുണിക്കണം 4πr² equal to 1/epsilon 0 into q. So what about the value E? 1/4π epsilon 0 q by r². അപ്പൊ ഇത് ഏത് കേസിന് സിമിലർ ആണ്? നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് ഇങ്ങനത്തെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആർക്കും അറിയാമോ? ഇലക്ട്രിക് ഫീൽഡ്, ദിസ് ഇസ് ദ വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ആണ്. അപ്പൊ സ്ഫെറിക്കൽ ഹോളോ ഷെല്ല് കൊണ്ടുള്ള ഫീൽഡ് ഇന്റൻസിറ്റിയും ഒരു പോയിന്റ് ചാർജ് കൊണ്ടുള്ള ഫീൽഡ് ഇന്റൻസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡ്സ് എന്താണ്? സെയിം ആണ്. റെഡി? സോ ദിസ് ഇസ് എ കേസ് ഔട്ട്സൈഡ് ആണ്, ഔട്ട്സൈഡ് എ ചാർജ്ഡ് സ്ഫിയർ ഓർ ഷെൽ, ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ ആണ്. കേസ് നമ്പർ 1 നോട്ട്. ഇനി വേണ്ടത് ഇനി വേണ്ടത് നമുക്ക് സർഫസിന്റെ വാല്യൂ ആണ്. ഇത് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വി നീഡ് ദ വാല്യൂ അറ്റ് സർഫസ് ആണ്. അത് ഇതിനേക്കാൾ കുറച്ചും കൂടി സിമ്പിൾ ആണ്. അപ്പൊ അത് ഇത് നോട്ട് ചെയ്യുക. അതിനുശേഷം സെക്കൻഡിലേക്ക് വേഗം. കഴിഞ്ഞില്ല? റെഡി? അടുത്ത കേസിലേക്ക് പോവാം. യെസ് ഓർ നോ? ഓക്കെ. ഡൗട്ടിന് ചോദിക്കണേ.
സെക്കൻഡ് കേസ് ഞാൻ തൽക്കാലം സെയിം ഡയഗ്രം തന്നെ വരക്കാണ്. നിങ്ങൾ സെക്കൻഡ് കേസ് എഴുതുമ്പോൾ സെക്കൻഡ് ഡയഗ്രം വരക്കണം ഇതുപോലെ തന്നെ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കേസ് സർഫസ് ആണ്. ഈ പോയിന്റ് സർഫസ് കൺസിഡർ ചെയ്യാം, വേറൊന്നുമില്ല. അപ്പൊ ഈ സാധനം നമ്മൾ ഔട്ട്സൈഡ് എടുത്ത സാധനം ഇതിന്റെ സർഫസ് എടുക്കാം. അപ്പൊ അങ്ങനെയാണ് എന്താ വ്യത്യാസം എന്ന് പറയുന്നത്? ഔട്ട്സൈഡിലേക്കുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ ആർ. ഇത് സർഫസ് എടുക്കുമ്പോൾ സ്മോൾ ലെറ്റർ ആറും ക്യാപിറ്റൽ ആറും ഉണ്ടാവും. സെയിം റെഡി? സ്മോൾ ലെറ്റർ ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പൊ നമ്മൾ ഡി എസ് കൺസിഡർ ചെയ്തു. സാധാരണ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഡി എസ് കൺസിഡർ ചെയ്ത് ഡി5ന്റെ വാല്യൂ, ഒരു സംശയവും വേണ്ട, ഡി5ന്റെ വാല്യൂ ഡി എസ് എങ്ങോട്ടേക്കാണ്, വെക്ടർ ഇ ഇങ്ങോട്ടേക്കാണ്. സോ ഡി5ന്റെ വാല്യൂ ലാസ്റ്റ് ഞാൻ എഴുതുന്നു ബൈ ഇ ഡി എസ്, ബിക്കോസ് when e dot ds expands it becomes e ds cos 0 equal to 1. So the resultant answer is d5. കുഴപ്പമുണ്ടോ? Yes or no? Yes or no? No sir. Okay. ഇനി നമുക്ക് എന്താ ഇതിനെ ഫ്ലക്സ് കണ്ടുപിടിക്കാം. ടോട്ടൽ ഫ്ലക്സ്. ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യാം? ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ അല്ലെ, ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ എടുക്കണം. അപ്പൊ ഇത് ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ എടുക്കുമ്പോൾ d5 ബൈ ds ആണ്. നമുക്കറിയാം ഈ ബോക്സിലേക്ക് എടുക്കാം. ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രൽ ds വരും. പറഞ്ഞോളൂ, what is the value of closed surface integral of ds? വേഗം എന്ന് വെച്ചാൽ ഡി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഫിയറിലെ, അപ്പൊ ശ്രദ്ധിക്കുക, നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ഗോസിയൻ സർഫസും തന്ന ഷെല്ലും സെയിം ആയിരിക്കും. കാരണം ഇതിനെ കണക്കായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ മേൽകൂടിയാണ് നമ്മൾ ആരെ കൺസിഡർ ചെയ്യേണ്ടത്? ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യേണ്ടത്. റെഡി അല്ലേ? അപ്പൊ ഇവിടെ ഗോസിയൻ സർഫസും കേസിന്റെ സ്ഫിയറും എന്താണ്? രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഗുണിക്കണം എന്താ വരിക? ഡി എസിന്റെ ക്ലോസ്ഡ് സർഫസ് ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 capital R 4 capital R square. ഇതാണ് ഫ്ലക്സ് ഫൈൻഡ് വാല്യൂ. ഫ്ലക്സ് ഫൈൻഡ് വാല്യൂ. ഇനി നമുക്ക് എന്താണ്? അക്കോർഡിംഗ് ടു ഗോസ് തിയറം ഫ്ലക്സ് ഈക്വൽ ടു 1/epsilon 0 into q ആണോ q ഡാഷ് ആണോ? സർഫസ് q ആണോ q ഡാഷ് ആണോ? Q. q. അപ്പൊ കാര്യം ഓർമ്മിക്കണേ, നിങ്ങൾ കഴിഞ്ഞ വർഷം ഗ്രാവിറ്റേഷനിന്റെ ഗ്രാവിറ്റിയുടെ എഫക്റ്റ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭൂമിയുടെ സർഫസിലോ അല്ലെങ്കിൽ പുറത്തോ ആണെങ്കിൽ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ കംപ്ലീറ്റ് മാസ് എക്സ്. സർഫസിലോ പുറത്തോ ആണെങ്കിൽ, പക്ഷെ ഉള്ളിലാണെങ്കിൽ കംപ്ലീറ്റ് മാസ് ഉണ്ടാവില്ല. ഇപ്പൊ സർഫസിലാണെങ്കിൽ കംപ്ലീറ്റ് മാസ് ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഇതിന്റെ സർഫസിലായതുകൊണ്ട് കംപ്ലീറ്റ് ചാർജ് എൻക്ലോസ്ഡ് ആണ്. സോ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ക്യൂ തന്നെയാണ്, വേറെ ആരും. അപ്പൊ ഈ ഗുണിക്കണം ആര്? 4 capital R square equal to 1/epsilon 0 into q വന്നു. Now the last value 1/4 epsilon 0 q by capital R square. So this is the resultant value. So 1/4 epsilon 0 q by capital R square. So വ്യത്യാസം എന്താണ്? ഔട്ട്സൈഡിലെ സ്മോൾ ലെറ്റർ R square ആണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ R square ആണ്. ഇതാണ് വ്യത്യാസം. റെഡി? നമുക്ക് ഇതിന് ആൾട്ടർനേറ്റ് ആയിട്ട് ഒരു ഇക്വേഷൻ കൂടി ഡിറൈവ് ചെയ്യാം കേട്ടോ. ഞാൻ മനസ്സിലാക്കണം. ഒന്നുകിൽ ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ ഉപയോഗിക്കാം. ആ ഡിറൈവ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. നമ്മളിപ്പോ Q എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് എൻക്ലോസ്ഡ് അറ്റ് ദ സർഫസ് ആണ്. ബിക്കോസ് ഉള്ളിൽ ചാർജ് ഒന്നുമില്ല, ഷെല്ലാണ് ഉള്ളിൽ ചാർജ് ഇല്ല. അപ്പൊ ഇതിന്റെ സർഫസ് എൻക്ലോസ്ഡ് ചാർജ് ആണ് ശരിക്കും പറഞ്ഞാൽ Q എന്ന് പറഞ്ഞത്. ഈ Qനെ ഞാൻ മാറ്റി എഴുതുകയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, there is a charge density called surface charge density represented by sigma. അല്ലെ? ചാർജ് ഡെൻസിറ്റി രണ്ടാമത്തെ ആളാണ്. 2 ഡയമെൻഷനിൽ ബന്ധപ്പെട്ട ടേമിന്റെ പേരാണ് സർഫേസ് ചാർജ് ഡെൻസിറ്റി.
ഈ സർഫേസ് ചാർജ് ഡെൻസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുക സിഗ്മ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ്. ആൻഡ് വി ഹാവ് ഇക്വേഷൻ സിഗ്മ ഈക്വൽ ടു നെറ്റ് ചാർജ് ബൈ നെറ്റ് ഏരിയ, ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ടോട്ടൽ ഏരിയ. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഫ്രം ദ ആൻസർ വാട്ട് ഈസ് Q ഈക്വൽ ടു, എന്താ Qന്റെ വാല്യൂ എന്ന് പറഞ്ഞ Qന്റെ വാല്യൂ sigma into A. ഇവിടെ what is area? What is area? 4 pi r square. Yes, it is 4 by capital R square. ഞാൻ ഈ സ്ഥലത്ത് ഇവിടെ കൊടുക്കാം, ഒന്നുകൂടെ ചാർജ് കൺവേർട്ട് ചെയ്യും. അപ്പൊ ആ കൺവേർഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ റിസൾട്ടന്റ് മാറിയിട്ട് ചെറിയൊരു വേരിയേഷൻ ഇക്വേഷൻ നമുക്ക് വരും. അതെന്താ പ്രൂവ് ചെയ്യുന്ന കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ കൺസേർവ്ഡ് ആണ്, കോൺസ്റ്റന്റ് ആണ് പ്രൂവ് ചെയ്യാനുള്ള വഴിയാണ്. ഓക്കെ, അപ്പൊ ഈ ഫിസിക്കൽ 1/4 0 പ്രൂവ് വരിക സിഗ്മ ഇൻടു 4 by capital R square by R square. ആര് ക്യാൻസൽ ആവും? R square ക്യാൻസൽ ആവും അല്ലേ? R square will get cancel each other. R square. Any 4 by u cancel. Capital equal to sigma by epsilon. ഇതിന്റെ സിഗ്മയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണോ വേരിയബിൾ ആണോ? Is it constant or variable? Constant or variable? ഏതാണ് സിഗ്മ? ഇവിടെ സിഗ്മയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണോ വേരിയബിൾ ആണോ? Sir, constant അല്ലേ? Constant. Epsilon 0 permittivity of free space. Again another constant. അപ്പൊ constant by constant. Constant. ഈയുടെ വാല്യൂ കൺസേർവ്ഡ് ആണ്. അല്ലെങ്കിൽ ഇത് നോക്കിയാൽ മതി, നെറ്റ് ചാർജ് മാറുന്നില്ല, ഇതിന്റെ ഗിവൺ കേസ് മാറൂല, റേഡിയസ് മാറൂല. അപ്പൊ ഈയുടെ വാല്യൂ സർഫസിൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓർമ്മിക്കുക, ഈയുടെ വാല്യൂ സർഫസിൽ കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് കേസ്, രണ്ടാമത്തെ കേസ്. ഓക്കെ, ഇതിന്റെ നോട്ട് ചെയ്തോളെ, രണ്ട് കേസുകളാണ്. ഈ സെക്കൻഡ് കേസ് രണ്ട് ഇക്വേഷൻസ് നമ്മൾ നോട്ട് ചെയ്യണം. എഴുതിയ പറയണ വേഗം. എഴുതി കഴിഞ്ഞാൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യണം. യെസ്, ഇത് നമ്മുടെ ഔട്ട്സൈഡ് കേസാണ്, സോറി ഇൻസൈഡ്.
ഇൻസൈഡിൽ നിന്ന് ഗംഭീരമായിട്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ഞാനിവിടെ DS എടുക്കുന്നതൊക്കെ ശരിയാണ്. ഇൻസൈഡില് ചാർജ് ഉണ്ടോ? ഉണ്ടോ? No. അപ്പൊ according to Gauss theorem, ഫ്ലക്സ് എന്ത് രീതിയിലാണ്? 1/ε0 Q ആയിരിക്കണം. അപ്പൊ ഇൻസൈഡിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ചാർജ് എടുക്കുകയാണെങ്കിൽ ചാർജിന്റെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ഇൻസൈഡ് ദ ഷെൽ വിൽ ബി 0. അപ്പൊ Qയുടെ വാല്യൂ 0 ആണ്. Q 0 ആണെങ്കിൽ phi എത്രയാണ്? 0. phi 0 ആണെങ്കിൽ നമുക്കറിയാം ഫ്ലക്സ് എന്ന് പറയുമ്പോൾ E.ds ആണ്. അപ്പൊ ന്റെ വാല്യൂ എത്രയാണ്? 0. റെഡി? ഓർമ്മിച്ചോളാം. ഒരു ഷെല്ലിന്റെ ഉള്ളില് യുടെ വാല്യൂ 0 ആണ്. സർഫസിൽ എത്രയാ? കോൺസ്റ്റന്റ് ആണ്. σ/ε0 എന്ന് പറയാം, അല്ലെങ്കിൽ 1/4πε0 Q/R² എന്ന് പറയാം. ഔട്ട്സൈഡില് 1/4πε0 Q/r² എന്ന് പറയാം. റെഡി? അപ്പൊ ഇതാണ് ഇതിന്റെ 3 കണ്ടീഷൻസ്. അപ്പൊ ഇത് കൂടി ചെയ്തോ. ഇൻസൈഡ് കേസ് കൂടി മൂന്നാമത്തെ. നമുക്ക് ഇത് കഴിഞ്ഞിട്ടെങ്കിൽ ഈ 3 കേസിന്റെയും ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്. ഹൗ വി കൻ റെപ്രസെന്റ് ദ വേരിയേഷൻ ഓഫ് ക്യാപിറ്റൽ ഇ വിത്ത് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന് കണക്കായിട്ട് എങ്ങനെയാണ് ക്യാപിറ്റൽ ഇയുടെ വേരിയേഷൻ മാർക്ക് ചെയ്യേണ്ടത്. ആ വേരിയേഷൻ കൂടി കഴിഞ്ഞാൽ ഈ കേസ് കഴിഞ്ഞു. ഓക്കെ? റെഡിക്കേറ്റ് ഉണ്ടാവില്ല. E = 0. phi 0 ആണ്, Q 0 ആണ്, സോ യുടെ വാല്യൂ 0 ആണ്. റെഡി? ടൈപ്പ് ചെയ്യണേ. കംപ്ലീറ്റഡ് ആണെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. യെസ്. നമുക്ക് ഇതിന്റെ വേരിയേഷൻ, അതായത് ഇന്റെ വാല്യൂ ഒരു ഷെല്ലിന്റെ കേസിൽ ഇൻസൈഡും ഔട്ട്സൈഡും സർഫസിനും എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ അടുത്തത് വേരിയേഷൻ ഓഫ് ക്യാപിറ്റൽ വിത്ത് ഡിസ്റ്റൻസ്. ഏതിലാണ്? ഇനി ഹോളോസ്ഫിയർ ആണ്. വേരിയേഷൻ ഓഫ് ക്യാപിറ്റൽ വിത്ത് ഡിസ്റ്റൻസ് ഇൻ എ ഹോളോസ്ഫിയർ. അപ്പൊ അതിനെ കണക്കാണ് ചേഞ്ച് ചെയ്യുന്നത്. നോക്കാം. നോക്കാം. ഞാൻ അതിനു മുമ്പ് ഇന്റെ വാല്യൂ എഴുതി നോക്കാം. ഔട്ട്സൈഡ് ഇയുടെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/4πε0 Q/R². ഓക്കെ? ഔട്ട്സൈഡ്. ഇനി ഇത് സർഫസിലാണ്. 1/4πε0 Q/R² എടുക്കാം, അല്ലെങ്കിൽ σ/ε0. രണ്ടും ശരിയാണ്. ഇനി ഇയുടെ വാല്യൂ ഇൻസൈഡ് 0, ഔട്ട്സൈഡ് സർഫസ് ഇൻസൈഡ്. ഇതിന്റെ വേരിയേഷൻ മാറും.
വേരിയേഷൻ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് ഇവിടെ എടുക്കാം, എക്സിൽ എടുക്കാം, വാല്യൂ പി വൈയിൽ എടുക്കാം. ഓക്കെ, സോ വാല്യൂ പി സോറി ഈ വൈയിലും ഡിസ്റ്റൻസ് എക്സിലും എടുക്കാം. നമ്മുടെ സ്ഫിയറിന്റെ കേസ്, ഷെല്ലിന്റെ കേസ് നോക്കിക്കോളൂ. ഷെല്ലിന്റെ ഡിസ്റ്റൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റർ എന്നാണ്. അപ്പൊ സെന്ററിന്റെ ആർ ലെവൽ 0 ആണ്. ഇത് കൂടി 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 അവസാനം ചെയ്യും ആറും ക്യാപിറ്റൽ ആറും സെയിം ആവും സർഫസ്. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ചെയ്യും ആറ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ. അപ്പൊ ആറ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ്. ഇവിടെ എന്താ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ സർഫസ്. ഇവിടെയോ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ഇൻസൈഡ്. നോക്കിവിടെ ആർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക 0 കൂടിയിട്ട് അവസാനം ഇവിടെ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും സെയിം ആവും. അപ്പൊ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് സർഫസിന്റെ കണ്ടീഷൻ ആണ്. ഇത് ഇൻസൈഡ് കണ്ടീഷൻ ആണ്, ഇത് ഔട്ട്സൈഡ് കണ്ടീഷൻ ആണ്. ഇവിടെ ആർ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ ആണ്, ഇവിടെ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ. പറഞ്ഞോളൂ, ഇൻസൈഡിൽ ഈയുടെ വാല്യൂ എത്രയാ? പറ. ഇൻസൈഡില് 0. നമുക്ക് ഇൻസൈഡിൽ ഈ ഇല്ല 0. ഇതിലെ കറക്റ്റ് അല്ലാണ്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നതാണോ കറക്റ്റ്? അല്ല ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതാണോ കറക്റ്റ്? അല്ല, ഈ 0 ഇതാണ് ഈയുടെ വാല്യൂ 0. അപ്പൊ ഇൻസൈഡ് കേസിൽ എവിടെയും ഈ ഇല്ലാത്തതുകൊണ്ട് 0 മാർക്ക് ചെയ്യും. ഇങ്ങനെ മാർക്ക് ചെയ്യും. സർഫസിന്റെ കേസിൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. അത് മാക്സിമം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് തൽക്കാലം ഇവിടെ ഒരു വാല്യൂ കിട്ടുന്നു. സോ ദിസ് വാല്യൂ റെപ്രസെന്റിംഗ് സിഗ്മ ബൈ എപ്സിലോൺ 0. ഓക്കേ, അപ്പൊ സർഫസിൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ഈ വാല്യൂ ആണ്. ഞാൻ കണക്ട് ചെയ്യും. ഇനി പുറത്തേക്കുള്ള കേസ് നോക്ക്. പുറത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? പുറത്തേക്ക് പോകുമ്പോൾ ഓക്കെ, ഇക്വേഷൻ നോക്കിയ നിങ്ങൾ ഓക്കെ. ഇനി നിങ്ങൾ ഇക്വേഷൻ നോക്കി ഔട്ട്സൈഡിന്റെ കേസ് നോക്ക്. ഔട്ട്സൈഡ് 1/4 കോൺസ്റ്റന്റ് ആണ്, ക്യൂ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇത് വേരിയബിൾ ആണ്. കാരണം ആറിന്റെ വാല്യൂ എനിക്ക് ഇഷ്ടംപോലെ കുറെ ദൂരത്തെടുക്കാം, കുറെ അടുത്തെടുക്കാൻ ഡിപെൻഡ്സ് ആണ് സർഫസ് പുറത്ത്. പക്ഷെ ഇത് കൂടുന്തോറും ഇതിന്റെ വാല്യൂ കുറയോ കൂടുമോ? അത് പറഞ്ഞു. രണ്ട് രീതിയിൽ കുറയാം. എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യാം, അല്ലെ ഡയറക്ട്ലി ഡിക്രീസ് ചെയ്യാം. നിങ്ങൾ നോക്കിയ ഇക്വേഷനിൽ ഈ പ്രപ്പോർഷൻ ടു 1/r² ആണ്. അപ്പൊ ആറിന്റെ വാല്യൂ കൂടുന്നോറും ഈയുടെ വാല്യൂ ഡബിൾ ആയിട്ട് കുറയും. വിച്ച് മീൻസ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുറയാം. അപ്പൊ അതിന്റെ കർവിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് കർവ്ഡ് ആയിട്ട്. സോ ദിസ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വേരിയേഷൻ. റെഡി? സോ ദിസ് ഇസ് ദ വേരിയേഷൻ ഓഫ് ക്യാപിറ്റൽ E വിത്ത് ഡിസ്റ്റൻസ് ഇൻ എ ഹോളോ സ്ഫിയർ. കാരണം ഉള്ളിൽ 0 ആണ്, സർഫസിൽ മാക്സിമം, ഔട്ട്സൈഡ് ഫോം ചെയ്യും കുറഞ്ഞു വരും. ഇതെന്തുകൊണ്ട് ഇങ്ങനെ വരുന്നത്? ബിക്കോസ് ഔട്ട്സൈഡിൽ ഈയുടെ വാല്യൂ ഡിപെൻഡ് ചെയ്യുന്നത് 1/r അല്ല. 1/r ആണെങ്കിൽ ഡയറക്റ്റ് കുറയും ലീനിയർ ആയിട്ട്, പക്ഷെ ഇത് 1/r². അപ്പൊ ദിസ് ഇസ് ദ വേരിയേഷൻ. റെഡി? സോ ഇഫ് ഇറ്റ്സ് ഓക്കെ, എഴുതുമ്പോൾ ആ ഇക്വേഷൻ സോറി ആ ഹെഡിങ് എഴുതിയിട്ട് ഡയഗ്രാം കൂടി കണ്ടു സാധനമൊക്കെ അവിടെ തന്നെ.
ഞാൻ പറയണേ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ഓർമ്മിക്കുക. ഷെല്ലിന്റെ കേസ് ഓർമ്മിക്കാം, 3 കേസ് ഓർമ്മിക്കുക. ഔട്ട്സൈഡ്, സർഫസ്, ഇൻസൈഡ്. ഔട്ട്സൈഡിന്റെ വാല്യൂ എത്രയാണ്? ഈക്വൽ ടു 1/4πε0 ക്യൂബ് ബൈ സ്മോൾ ലെറ്റർ ആർ സ്ക്വയർ ആണ്. സർഫസിൽ 1/4πε0 ക്യൂബ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ സിഗ്മ ബൈ ε0. ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ നെറ്റ് എഫക്റ്റ് വിൽ ബി 0 ആണ്, കാരണം ഇൻസൈഡിലെ ചാർജിന്റെ വാല്യൂ പ്രസന്റ് ചെയ്യുന്നത് 0 ആണ്, ഫ്ലക്സ് 0 ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വിൽ ബി 0. ഓക്കെ, അപ്പൊ ആക്ച്വലി നമ്മൾ 3 കേസ് ആസ് പെർ സിലബസ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരമാണ് 3 കേസ് കഴിഞ്ഞു. അപ്പൊ ഗോസ് തിയറം കഴിഞ്ഞു, ഗോസ് തിയറത്തിന്റെ 3 ആപ്ലിക്കേഷൻ ആസ് പെർ സിലബസ് കഴിഞ്ഞു. ഞാൻ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ എക്സ്ട്രാ പറയാണ്. അത് ഔട്ട് ഓഫ് സിലബസ് രീതിയിലൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണ്ട, പക്ഷെ അറിയണം നമ്മൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. ഓക്കെ, ഇക്വേഷൻ മാത്രം ചിലപ്പോൾ ഉണ്ടാവും. ഒരു 4ാമത്തെ കേസായിട്ട് ഞങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മളിപ്പം പറഞ്ഞതിന്റെ നേരെ ഒരു ഓപ്പോസിറ്റ് സാധനമാണ്. നമ്മളിപ്പം പറഞ്ഞ കേസ് 3ാമത്തെ കേസ് റിഗാർഡിങ് ഷെല്ലാണ്. ഷെൽ എന്ന് പറയുമ്പോൾ ഉള്ളിൽ വോളിയം ഇല്ലാത്ത, സ്പേസ് ഇല്ലാത്ത, അല്ലെ, വാക്വമായ സാധനമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് കംപ്ലീറ്റ് ഫീൽഡ് ആണ് എങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കോർക്കിന്റെ ബോർഡ് കൺസിഡർ ചെയ്യാം. അപ്പൊ കോർക്കിന്റെ ബോർഡ് ഉള്ളിൽ കംപ്ലീറ്റ് എന്തുണ്ട്? ഒരു വോളിയം ഓക്യുപ്പൈഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഐസ്ക്രീം ബോർഡ്, അതെന്തല്ല, ഐസ്ക്രീം മാറ്റി കഴിഞ്ഞാൽ വോളിയം ഓക്യുപ്പൈഡ് അല്ല. അപ്പൊ അത് ബിഹേവ്സ് ലൈക്ക് എ ഷെല്ലാണ്. ഐസ്ക്രീം ബോൾ ബിഹേവ്സ് ലൈക്ക് എ ഷെല്ലാണ്. പക്ഷെ കോർക്ക് ബോൾ എന്തായിട്ട് ബിഹേവ് ചെയ്യും? ഇറ്റ് വിൽ ബിഹേവ്സ് ലൈക്ക് എ സോളിഡ് സ്ഫിയർ. അതിന്റെ പേര് എന്താണ്? സോളിഡ് സ്ഫിയർ. ഓക്കെ, ഉള്ളു പൊള്ള എല്ലാത്തതിന്റെ പേര് സോളിഡ് സ്ഫിയർ. അപ്പൊ ഇലക്ട്രിക് ഇന്റൻസിറ്റി ഡ്യൂ ടു എ സോളിഡ് സ്ഫിയർ. ഇതാണ് അടുത്ത കേസ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നിങ്ങളൊരു ഷെല്ലല്ല, ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുക. സ്ഫിയർ ഇതൊരു സോളിഡ് സ്ഫിയർ ആണ് മനസ്സിലാക്കാൻ നമുക്ക് ഒരു വഴി മാത്രമേ ഉള്ളൂ, ഷെയ്ഡ് ചെയ്യും. ഓക്കെ, ഉള്ളിൽ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ് ആണ്. ഷെയ്ഡിംഗ് ഇല്ലെങ്കിൽ ലിക്വിഡ്, സോറി സോളിഡ് അല്ല, ലിക്വിഡ് അല്ല, ഇറ്റ് ഈസ് ഹോളോ. ഓക്കെ, ഹോളോ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ട, സാധനം ചെയ്യണ്ട. ഇത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ സോളിഡ് സ്ഫിയർ. അപ്പൊ എഗൈൻ കൺസിഡർ ചെയ്യുക, റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്, റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ഒരു സോളിഡ് സ്ഫിയർ എന്ന് പറയുമ്പോൾ ഇറ്റ് റെപ്രസെന്റിങ് 3 ഡയമെൻഷൻ ആണ്, 3 ഡയമെൻഷൻ. അപ്പൊ ഇതിന്റെ ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ 4/3πr and that equal to Q corresponding. 4/3πr³ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയത്തിന് കണക്കായ ചാർജ് ആണ് ക്യൂബ്. ഓക്കെ, മറ്റേ കേസ് നമ്മൾ സർഫസ് എടുക്കുക, ഏതിൽ ഹോളോസ്ഫിയർ. പക്ഷെ ഇത് സർഫസ് അല്ല നമ്മൾ എടുക്കുക, വോളിയം ആണ്, 3 ഡയമെൻഷൻ കേസ് ആണ്. ഓക്കെ, ശ്രദ്ധിച്ചോളാം. കാരണം ശ്രദ്ധിച്ചോളൂ എന്ന് പറയാനുള്ള റീസൺ ഇതാണ്, ഇത് ഞാനല്ല ഡിറൈവ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളാണ്. അപ്പൊ ഇറ്റ് ഗോസ് ടു ഹോം. അപ്പൊ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് എത്ര കേസ് എടുക്കാം? ഹോളോസ്ഫിയർ എടുത്ത പോലെ തന്നെ നമുക്ക് ഇവിടെ എത്ര കേസ് എടുക്കാം എന്ന് പറഞ്ഞു? 4, 3, 2, 1, 3 കേസ്. ഏതൊക്കെയാണ്? 3. ഔട്ട്സൈഡ് ആസ് യൂഷ്വൽ, ഔട്ട്സൈഡ്, സർഫസ്, ഇൻസൈഡ്. ഔട്ട്സൈഡ്, സർഫസ്, ഇൻസൈഡ്. ശ്രദ്ധിച്ചോ, ഔട്ട്സൈഡ് നിങ്ങൾ ചെയ്യാൻ ഒരു പോയിന്റ് എടുക്കുക, ds മാർക്ക് ചെയ്യുക, അതിനെ കണക്കായിട്ട് മറ്റേ സ്ഫിയർ വരയ്ക്കുക, സംഭവം കമ്പിച്ചെടുക്കില്ല. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും? ഹോളോസ്ഫിയറിന്റെ ഔട്ട്സൈഡ് കേസിൽ നിങ്ങൾക്ക് എത്രയാണോ ആൻസർ കിട്ടിയത്, ഇക്വേഷൻ കിട്ടിയത്, സെയിം ഇക്വേഷൻ ആണ് ഇവിടെ കിട്ടുക. അപ്പൊ ചേഞ്ച് ഇല്ല. ചേഞ്ച് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഔട്ട്സൈഡ് ഡയറക്റ്റ് എടുക്കുക, ഈ സ്ഫിയർ ഇങ്ങനെ മാർക്ക് ചെയ്യുക, അതിലേക്കുള്ള റേഡിയസ് r എടുക്കുക. ഔട്ട്സൈഡിന്റെ കേസിൽ ഈക്വൽ ടു 1/4πε0 ക്യൂബ് ബൈ r സ്ക്വയർ തന്നെ കിട്ടും.
ഓക്കെ, അത് വേണമെങ്കിൽ സ്റ്റെപ്പ് എഴുതി വെക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഇക്വേഷൻ എഴുതിയാലും കുഴപ്പമില്ല, മറന്നു പോകും. എങ്ങനെയാ വന്നത് പിന്നെ മറന്നു പോകാൻ പാടില്ല. അപ്പൊ തൽക്കാലം കാര്യം നിങ്ങൾ ഫസ്റ്റ് കേസ് എഴുതിയിട്ട്, ഇപ്പോഴല്ല, നോട്ട് നൗ, ഫസ്റ്റ് കേസിന് എഴുതാം, ഡയഗ്രാം വരയ്ക്കുക, അതിന്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാം. ഒന്നാമത്തെ. രണ്ടാമത്തെ കേസ് സർഫസ്. സർഫസ് നമ്മൾ ഇവിടെ എടുത്ത ഈ ബി എസ് എവിടെ എടുക്കാം, ഇതിന്റെ വരെ എടുക്കാം. അപ്പം ഓട്ടോമാറ്റിക്കലി സ്മോൾ ആർ കൺവേർട്സ് ടു ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ കൺവേർട്സ് ടു ക്യാപിറ്റൽ ആർ. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സംഭവിക്കാം. എഗൈൻ ഇയുടെ വാല്യൂ 1/4πε0 Q ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ആ ക്യൂ മാറിയിട്ട് സിഗ്മ ബൈ എപ്സിലോൺ 0 വരും. ഓക്കെ, ആ ക്യൂ മാറിയിട്ട് സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞ ടേം വരും. രണ്ടാമത്തെ കേസും സെയിം തന്നെയാണ്, ആസ് ഏതാ ഹോളോസ്ഫിയർ, മാറ്റമില്ല. മൂന്നാമത്തെ കേസിലെ മാറ്റം വരും. മൂന്നാമത്തെ കേസ് എന്താ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമത്തെ കേസിൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ ഡി എസ് എടുത്ത് കഴിഞ്ഞാൽ ഇതിന് കണക്കായിട്ടാണ് നമ്മൾ ഗോസിയൻ സർഫസ് എടുക്കുന്നത്. ശരിയല്ലേ? ശരിയാണോ? അവിടെ ശരിയാണോ? Yes, sir. ശരിയല്ലേ? അപ്പൊ നമ്മൾ എടുക്കുന്ന ഗോസിയൻ സർഫസ് ഇതിന് കണക്കായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഗോസിയൻ സർഫസ്. So this is our Gaussian surface. ഇനി അതിന്റെ ഷേഡ് ചെയ്യുക. അപ്പൊ അതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ സ്മോൾ ലെറ്റർ ആർ എന്നാണ്. അപ്പൊ നമ്മൾ ഇതിന് കണക്കായിട്ട് ഇയും ഡി എസ് ഒക്കെ സെയിം ഡയറക്ഷൻ. അപ്പൊ ഡി ഫൈവ് കണ്ടുപിടിക്കുക, ആ ഡി ഫൈവ് വെച്ചിട്ട് ഫൈവ് കണ്ടുപിടിക്കുക. അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇനി അങ്ങോട്ടേ വ്യത്യാസം. ഫ്ലക്സിന്റെ വാല്യൂ 1/ε0 Q എന്ന് കൊടുക്കാൻ പറ്റുമോ? Is it correct? Yes or no? No. Why? No. Q dash. ഈ സ്ഫിയറിന്റെ കംപ്ലീറ്റ് ചാർജ് ആണ്. നമുക്ക് അവിടെ കംപ്ലീറ്റ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മൾ കൺസിഡർ ചെയ്ത ചാർജ് ഞാൻ മാർക്ക് ചെയ്ത ഷെയ്ഡ് ചെയ്ത ഈ ഭാഗത്തിന്റെ മാത്രം ചാർജ് ആണ്. Let us imagine the charge is Q dash. അപ്പൊ ഇവിടെ ആരെയാ Q dash വരും. ഓക്കെ, അപ്പൊ ഈ വാല്യൂ ഫ്ലക്സിന്റെ വാല്യൂ കിട്ടും, Q dash വാല്യൂ കണ്ടുപിടിക്കണം. Q dash വാല്യൂ കണ്ടുപിടിക്കുന്ന മെത്തേഡ് മാത്രമേ പറഞ്ഞു. ഹോംവർക്ക് ആയതാണ് Q dash കണ്ടുപിടിക്കണം. Q dash എന്ന് പറയുമ്പോൾ ഇത് വോളിയമാണ്. അപ്പൊ ഏത് ചാർജ് ഡെൻസിറ്റിയാ വരിക? വോളിയം ബന്ധപ്പെട്ട് Volume charge. വോളിയം ചാർജ് ഡെൻസിറ്റി റെപ്രസെന്റേഷൻ റോ ആണ്. അപ്പൊ നോക്കൂ, ടോട്ടൽ വോളിയം 4/3 πr³ ആയതുകൊണ്ട് അതിന്റെ കണക്കായ ചാർജിന്റെ പേരാണ് Q. So what is the charge present in unit volume? Charge in unit volume. യൂണിറ്റ് വോളിയത്തിലെ ചാർജ് എത്ര വരിക? റോ അല്ലേ? റോ. യൂണിറ്റ് വോളിയത്തിൽ റോ ചാർജ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതിന്റെ വോളിയം V1 ആണെന്ന് വിചാരിക്കും. ഓഫീസിലുണ്ട്, സൈഡില്ല. യെസ്, സോറി. അപ്പൊ ഈ കേസിൽ യൂണിറ്റ് വോളിയത്തിലെ ചാർജ് റോ ആണ് കൺസിഡർ ചെയ്യുക. യൂണിറ്റ് വോളിയത്തിലെ ചാർജ് റോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോളിയം V1 ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഈ സർഫസിൽ കൺസിഡർ ചെയ്യുന്ന വോളിയം റോ ഇൻറ്റു V1, റോ ഇൻറ്റു V1. ഇനി നമ്മൾ റോയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ റോയുടെ വാല്യൂ? ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ വോളിയം. ശ്രദ്ധിക്കണേ, ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ വോളിയം. ടോട്ടൽ ചാർജ് Q ആണ്, total volume 4/3 pi capital R since the radius is capital. അപ്പൊ വോളിയം ചാർജ് ബൈ വോളിയം ഇൻറ്റു ഇയാൾ വോളിയം എത്രയാ? ഇതിന്റെ കറസ്പോണ്ടിങ് വോളിയം 4/3 pi സ്മോൾ ആർ ക്യൂബ്. അപ്പൊ ഈ ഇക്വേഷൻ കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഓർമ്മിക്കുക, 1/ε0 Q അല്ല, it is Q dash. Q dash വാല്യൂലാണ്. Q dash is equal to rho into V1. ജസ്റ്റ് V1 നമ്മൾ എടുത്ത വോളിയം ആണ്. ആ V1 മാറ്റി കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വോളിയം 4/3 πr. അപ്പൊ ഈ ഇക്വേഷൻ കൊടുക്കുക. കുറെ ആൾക്കാർക്ക് ആൻസർ വന്നത്
4/3 ഒക്കെ കുറെ ക്യാൻസൽ ആവും. അപ്പൊ ക്യാൻസൽ ആവാതെ വരുന്ന ടേം കണ്ടുപിടിക്കുക. And that is our final answer. Okay, ഇത് നോട്ട് ചെയ്യേണ്ടത് അതൊരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ പഠിച്ച ഗോസ് തിയറം വെച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സ്വന്തമായി ചെയ്താൽ മതി. കിട്ടുന്ന എന്താണെങ്കിലും ദാറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. നിങ്ങൾ കിട്ടുന്ന വാല്യൂ പറയാം. ഓക്കെ, റെഡിയാണോ? ഹോംവർക്ക് ആണേ. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഇത് കഴിഞ്ഞാല് ഒരു ക്ലാസ്സും കൂടി വേണം. ആ ക്ലാസ് നമുക്ക് ഇത് ഡിസ്കസും ചെയ്യാം. കിട്ടുന്ന കാര്യം നമുക്ക് നോക്കാം, ഡിസ്കസ് ചെയ്ത് നോക്കാം. അതിന് വേരിയേഷൻ കൂടി ഉണ്ടാവും, വരയ്ക്കണേ ഗ്രാഫ്. പിന്നെ ഒരു ചെറിയ ടോപ്പിക് കൂടി അവിടെ ബാക്കിയുണ്ട്, ലെഫ്റ്റ് ഉണ്ട്. അതായത് ഡിഡക്ഷൻ ഓഫ് കൂളോംസ് ലോ ഫ്രം ഗോസ് തിയറം. ഗോസ് തിയറം വെച്ചിട്ട് കൂളോംസ് ഡിറൈവ് ചെയ്യണം. അതുകൂടി കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ കഴിയും. സോ അടുത്ത ക്ലാസ്സോടുകൂടി ചാപ്റ്റർ കഴിയും. ഓക്കെ, അപ്പൊ അതിന് കണക്കായി പ്രിപ്പയർ ചെയ്യാം. കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. റെഡി? അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, Thank you, sir. Thank you, sir. Thank you, sir.